നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ഇറ ആർട്ടിസാൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നാം തയ്യാറാക്കാൻ പോകുന്നത് ആലു പറാട്ടയാണ്. അതിനായി ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുക്കുക. അത് നന്നായി വൃത്തിയാക്കി നാലായി മുറിച്ച് പ്രഷർ കുക്കറിലേക്ക് ഇടുക. ഉരുളക്കിഴങ്ങ് മുങ്ങുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ കേൾപ്പിക്കുക. ഒരു പാത്രത്തിൽ 3 കപ്പ് ആട്ട എടുക്കുക. അതിൽ 1.5 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ എണ്ണ എന്നിവയിട്ട് നന്നായി ഇളക്കുക. അതിൽ 1.5 കപ്പ് വെള്ളം കുറച്ചായി ഒഴിച്ച് യോജിപ്പിക്കുക. ആട്ട നല്ല സോഫ്റ്റ് ആകാൻ 4 മുതൽ 5 മിനിറ്റ് വരെ നന്നായി കുഴയ്ക്കുക. അതിനുശേഷം 10 മിനിറ്റ് മൂടി വയ്ക്കുക. ആ സമയം കൊണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 വിസിലിൽ കൂടുതൽ ഉരുളക്കിഴങ്ങ് വേവിക്കരുത്. കൂടുതൽ വെന്താൽ ആലു പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ആട്ടയിൽ നിന്നും പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കുക്കറിൽ നിന്നും മാറ്റിയ ഉരുളക്കിഴങ്ങ് ഒരു പാത്രത്തിലാക്കി തൊലി കളഞ്ഞ് നന്നായി ഉടച്ചെടുക്കുക. അതിലേക്ക് ഒരു ചെറിയ സവാള നുറുക്കിയത്, 1 പിടി മല്ലിയില, 1 ടേബിൾ സ്പൂൺ ഉലുവയില, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കായപ്പൊടി എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ശേഷം അതിനെ ചെറിയ ഉണ്ടകളാക്കി എടുത്ത് മാറ്റി വയ്ക്കുക. നമുക്ക് എത്ര ആലു പൊറോട്ടയാണ് ആവശ്യം അത്രയും ഉണ്ടകളാക്കി വയ്ക്കുക. നമ്മൾ മൂടി വച്ചിരിക്കുന്ന ആട്ട എടുക്കുക. ആലു മിക്സിൻ്റെ ഉരുളകളുടെ എണ്ണത്തിനനുസരിച്ചായിരിക്കണം ആട്ടകളുടെയും ഉരുള ഉണ്ടാക്കേണ്ടത്. ആലു മിക്സിൻ്റെ ഉരുളകളേക്കാൾ വലിയ ഉരുളകളായിരിക്കണം ആട്ടയുടെ ഉരുളകൾ. എന്നിട്ട് അതിനെ ഒന്ന് പരത്തിയ ശേഷം ആലു മിക്സ് നടുക്കായി വച്ച് കൈകൊണ്ടൊന്ന് പരത്തി റെക്റ്റാങ്കുലർ ഷേപ്പിൽ മടക്കിയെടുക്കുക. അതിൽ കുറച്ച് ആട്ടപ്പൊടി ഇട്ട് പരത്തിയെടുക്കുക. പരത്തുമ്പോൾ ചപ്പാത്തി പരത്തുന്നത് പോലെ കൂടുതൽ അമർത്തി പരത്തരുത്. അങ്ങനെ ചെയ്താൽ ആലു മിക്സ് പുറത്തു വരാൻ സാധ്യതയുണ്ട്. ആലു പൊറോട്ട നമുക്ക് റൗണ്ട് ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാം. ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. ആലു പൊറോട്ട ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും കഴിക്കാം. ഇതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ പറയുകയാണെങ്കിൽ ഇതിൽ കാർബോഹൈഡ്രേറ്റ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് പരത്തിയ ആലു പൊറോട്ട ഇടുക. 1 മുതൽ 2 തവണ വരെ തിരിച്ചിടുക. എന്നിട്ട് 2 വശത്തും എണ്ണ പുരട്ടി കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആലു പൊറോട്ട നന്നായി മൊരിഞ്ഞു വരും. അത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ പരത്തി വച്ചിരിക്കുന്ന ഓരോ ആലു പൊറോട്ടയും നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇത് റൈത്തയുടെ കൂടെയോ അച്ചാറിൻ്റെ കൂടെയോ നമുക്ക് കഴിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ആലു പൊറോട്ട തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.